പറയുന്ന ഒരു സംവിധാനം വന്നതിന് ശേഷം ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്താമായിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലില്ലേ? എന്നാൽ ഉപയോഗപ്പെടുത്തുകയും അതിലൂടെ വളർന്നുകയും ചെയ്ത എത്ര പേരുണ്ട്? ശരിയാണ്. അതിനാരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളാ ചെയ്യാന്ന്. സർക്കാരിൻ്റെ കുഴപ്പം കൊണ്ടാണോ? വേറെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ? റോഡില്ലാത്തത് കൊണ്ടാണോ? അമേരിക്കയിൽ ചെയ്യുന്ന അതേ പണി ഇവിടെ ഇരുന്ന് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വളരണമെന്നുണ്ടെങ്കിൽ എത്രയോ ഈ കേരളത്തിലെ അത്യാവശ്യം വിവരവും ബോധമുള്ള ആർക്കും ഇന്നോവേറ്റീവായിട്ട് ചിന്തിച്ച് ചെയ്യാമായിരുന്ന കാര്യമാണ്. പക്ഷെ അതിൻ്റെ പ്രയോജനം എടുക്കുന്ന എത്ര പേരാണ്? കൂടിപ്പോയാൽ കേരളത്തിൽ ഒരു 1500 പേര് കാണും അത് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ 2000 പേര് കാണും. നമ്മൾ അറിയുന്ന ഇഫക്റ്റീവ്ലി അല്ലെങ്കിൽ വൻ വിജയമായി മാറിയ ഒരു 1500-2000 പേരേ ഉള്ളൂ. ബാക്കി 3.5 കോടി ജനങ്ങൾ എന്തുകൊണ്ടത് ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർക്കത് തോന്നിയില്ല, അതിനുള്ള ആശയം ഉണ്ടാക്കിയില്ല, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തില്ല, അതിനുള്ള ഹോംവർക്ക് ചെയ്തില്ല, അതിനുവേണ്ടി എഫർട്ട് എടുത്തില്ല എന്നുള്ളതാണ്. എഫർട്ട് എടുക്കുന്ന ഒരാൾക്ക് സാധ്യതകളുണ്ട്, ഒരു സംശയം വേണ്ട. അത് കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ കേരളത്തിലല്ലേ ഞാനൊക്കെ സംരംഭം നടത്തുന്നത്. അതെ, പ്രതിസന്ധികളില്ലാഞ്ഞിട്ടല്ല, അതിനെ മറികടക്കാനുള്ള ടെക്നോളജിയും വഴികളും നയവും തന്ത്രജ്ഞതയും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഒരു ഡോക്ടർ MBBS പാസ്സായ അല്ലെങ്കിൽ MD പാസ്സായി എല്ലാവരും പേരെടുത്ത ഡോക്ടർമാരാവുന്നുണ്ടോ? അവരുടെ എല്ലാം വീടിൻ്റെ മുമ്പിൽ ക്യൂ ഉണ്ടാവുന്നില്ലല്ലോ. അപൂർവം ചിലരുടെ മുമ്പിലല്ലേ, അല്ലെങ്കിൽ കുറച്ച് പേരുടെ അടുത്തല്ലേ ആളുകൾ ക്യൂ നിന്ന് പോയി കാണാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് പോയി നിൽക്കുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താ? അപ്പോൾ MBBS പാസ്സായവരെല്ലാം വിദഗ്ധരായ ഏറ്റവും പ്രഗത്ഭരായ ആളുകളാവുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ ബിസിനസ്സിലും. ബിസിനസ് തുടങ്ങിയവരെല്ലാം വിജയിക്കാൻ വേണ്ടിയുള്ളതല്ല. അത് നിങ്ങൾക്കൊരു പ്രത്യേക സ്കില്ലും വൈദഗ്ധ്യവും മെയ്വഴക്കവും തന്ത്രജ്ഞതയും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് ആകും. ആ തന്ത്രജ്ഞത ഇല്ലാത്തവരെല്ലാം കുറ്റം പറയുന്ന ഒരു സ്റ്റേറ്റിനെ ആയിരിക്കും, ഇവിടുത്തെ സംവിധാനങ്ങളെ ആയിരിക്കും.